2020 സ്ഥാനാർത്ഥിയാകാൻ PV ശ്രീനിജൻ സമീപിച്ചെന്ന് സാബു എം ജേക്കബ് 24നോട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് MLA പറയുന്നത്. പിന്നെ എന്തിനാണ് 2 തവണ തന്നെ MLA സമീപിച്ചത്? PV ശ്രീനിജൻ മാത്രമല്ല, ആലുവയിലെ ഒരു മുതിർന്ന CPIM നേതാവും സീറ്റ് ചോദിച്ചു വന്നിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം വന്ന ഒരു നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കേരളം ഞെട്ടുന്ന തരത്തിലേക്ക് വരുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. PV ശ്രീനിജൻ MLA തന്നെ സമീപിച്ചിരുന്നു, സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമീപിച്ചിരുന്നു എന്നുള്ള ഒരു പ്രതികരണം. അതൊരു പൊതുവേദിയിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രതികരണവും ഒരു വെളിപ്പെടുത്തലും വരുന്നത്. അത് നടത്തിയ 2020 പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബാണ് ഇപ്പോൾ 24നൊപ്പം ചേരുന്നത്. നമസ്കാരം. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നത് PV ശ്രീനിജൻ MLA തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെ സമീപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളോ തെളിവുകളോ ഇല്ല എന്നാണ് PV ശ്രീനിജൻ പറയുന്നത്. പറഞ്ഞതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ശ്രീനിജനും ഞങ്ങൾ തമ്മിൽ യാതൊരു ബിസിനസ് കണക്ഷനുമില്ല, ഞങ്ങൾ സുഹൃത്തുക്കളുമല്ല. അദ്ദേഹം എന്തിനാ 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നത്? കല്യാണം വിളിക്കാനല്ല വന്നത്, ബിസിനസ് കാര്യം ചർച്ച ചെയ്യാനായിട്ടല്ല വന്നത്. അപ്പോൾ ആദ്യം വന്നത് സീറ്റ് ചോദിക്കാനാണ് വന്നത്, രണ്ടാമത് വന്നത് അനുഗ്രഹം മേടിക്കാനാണ് വന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ ഒരു നുണ പടച്ച് വിട്ടിട്ട് അതുകൊണ്ടൊരു നേട്ടം എനിക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകാനും പോകുന്നില്ല. ഇപ്പം പുള്ളി മാത്രമല്ല, CPMലെ വേറൊരു വലിയൊരു നേതാവ് ഇതുപോലെ തന്നെ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നു. അത് ആലുവ സീറ്റ് നിന്ന് മത്സരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണത്. നമ്മൾ സീറ്റല്ല ചോദിച്ചത്, ആലുവ സീറ്റ്. അത് ഞങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇന്ന് പാർട്ടിയിലുള്ള ആളാണത്. ഇതൊക്കെ നമ്മൾ പലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവരെ സംബന്ധിച്ച് അധികാരം കിട്ടുക എന്നുള്ളതാണത്. ഇപ്പം എനിക്ക് അദ്ദേഹം അവിടെ വന്നതിൻ്റെ തെളിവുകളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആലോചിക്കേണ്ടത് 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വരേണ്ട കാര്യം എന്താ ഉള്ളത്? അതൊന്ന്. ഇനിയിപ്പോൾ ഇത് തെളിയിക്കണമെങ്കിൽ പുള്ളിയെ ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതി. എന്തായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് 2020 വലിയൊരു മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.